നമ്മുടെ ചുരിദാറിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒനിയൻ പിങ്കും ലാവൻഡറോടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇത് നമ്മുടെ സെമി ടെസർ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ വന്നിട്ടില്ലേ, അതിന്റെ തന്നെ ചെറിയതായിട്ട് ഗ്രാം വ്യത്യാസം ചെയ്തേക്കുന്ന ഐറ്റമാണ്. അപ്പോൾ വലിയ റേറ്റ് വരത്തില്ല, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ഇതിനുള്ളൂ കേട്ടോ. അതിന്റെ ഭംഗി ഇതിനുണ്ട്. നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ദുപ്പട്ടയ്ക്കകത്ത്. ശരിക്കും ടസറിന്റെ അതേ ഫിനിഷിൽ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ ആ ഒരു മെറ്റീരിയലിന് ചെറിയ ചെറിയ GSM ആ ഒരു തിക്നെസ്സിന് ചെറിയ വേരിയേഷൻ കൊടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു റേറ്റ് നമുക്ക് ഡിഫറൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പിക്ചറെ റേറ്റ് കുറച്ചിട്ടുള്ള രീതി നമ്മൾ ചെയ്തെടുത്തേക്കുന്നതാണ്. വാഷ് ചെയ്യുന്നതിനും കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം ആട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. അതായത് ഇതിന്റെ അകത്ത് ചെറിയൊരു പ്രിന്റിംഗ് പാറ്റേൺ പോയിട്ടുണ്ട്. കുഞ്ഞായിട്ട് ഒരു സിൽക്കിലൊക്കെ വരുന്ന പോലെ ചെറിയ ചെറിയ ഡോട്ട് പോലത്തെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്, നമ്പർ U883, റേറ്റ് 1580 മാത്രമേ ഉള്ളൂ, 1580. ഇതിന്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ്. അപ്പൊ ഇതും ഭയങ്കര തെളിഞ്ഞ ബ്ലൂ അല്ല കേട്ടോ, നല്ല ബ്ലൂ കളറാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ചെറിയ ഒരു പ്രിന്റ് പോലെ പോയിക്കുന്നത് രണ്ട് കളറുടെ മിക്സാ. അപ്പൊ അതുകൊണ്ടാണ് ഒരു കളറിന് ചെറിയ വേരിയേഷൻ എന്തായാലും കാണിക്കും. നല്ല കളേഴ്സ് ആട്ടോ എല്ലാം. അപ്പൊ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. ശരിക്കും നമുക്ക് സിൽക്കിൽ വരുന്ന അതേ സെയിം ഷെയ്ഡ്സ് വെച്ച് ഞാൻ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ റേറ്റ് കൂടുതലും കുറയും ചെയ്യുന്നത് മെറ്റീരിയലിൽ ചെറിയ വേരിയേഷൻ വരുന്നത്. നമുക്ക് ആ ഒരു റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മൾ കുറച്ച് റേറ്റ് കുറച്ചുകൂടെ ചെയ്യുന്നുണ്ട്. മറ്റേ റേഞ്ചിലുള്ളതും ഉണ്ട് കേട്ടോ, നമുക്ക് സൈറ്റിൽ കിടപ്പുണ്ട്. അപ്പം ആ ഒരു കൂടിയത് വേണ്ടവർ അത് എടുക്കുക. ഇത് ശക്കലം മെറ്റീരിയൽ ഡിഫറൻസ് വരും, അത്രേ ഉള്ളൂ. എന്നാലും പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ അറിയുമൊന്നുമില്ല. ശരിക്കും നമുക്ക് വാഷ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സൈസ് മെറ്റീരിയൽ തന്നെയാണ്. ആ ഒരു സെമി ടസർ എന്ന് പറഞ്ഞു വരുന്ന ഫാബ്രിക് തന്നെ ചെറുതായിട്ട് ആ ഒരു ഇത് തിക്നെസ്സിന്റെ വേരിയേഷൻ വരുത്തിയിരിക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്പർ വരുന്നത് U882, റേറ്റ് 1580. ഇതിന്റെ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതും ഒരു ഓൾമോസ്റ്റ് ഒനിയൻ പിങ്കും പീച്ചും കൂടെ ചേർന്നിട്ടുള്ള ഷെയ്ഡാട്ടോ. എല്ലാം ഇങ്ങനെ രണ്ട് കളർ വെച്ച് കൂട്ടിച്ചേർത്ത് ചെയ്തുകൊണ്ടാണ് കറക്റ്റ് ഒരു കളർ പറയാൻ പറ്റാത്തത്. കണ്ടില്ല, ഇതിൻ്റെ അകത്ത് ആ ഒരു പ്രിന്റ് വരുന്നതിന് കുറച്ച് ഡാർക്കർ ഷെയ്ഡും മെയിൻ കളർ കുറച്ചുകൂടെ ലൈറ്റും ആണ്. അപ്പൊ രണ്ട് കളറോടെ വരുമ്പോഴത്തേനും കറക്റ്റ് ഒരു കളർ പറയാൻ പറ്റില്ല, അതുകൊണ്ടാട്ടോ. അപ്പൊ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിൽ ശരിക്കും സിൽക്കിന്റെ ആ ഒരു റെപ്ലിക്ക എന്ന് പറയാവുന്ന ഒരു ഐറ്റം ആണ്. വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും റേഞ്ച് കൊടുത്ത് ഇപ്പൊ നമുക്കൊരു 4000-5000 രൂപ പ്യുവർ സിൽക്കിന് വരുന്ന സ്ഥലത്ത് ആ ഒരു അത്രയും റേഞ്ച് കൊടുക്കാൻ പറ്റില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് റേറ്റ് കുറച്ച് ചെയ്തില്ല, എന്നാൽ ഭംഗിയൊട്ടും പോകാതെ തന്നെ ചെയ്തേക്കുന്ന ഐറ്റംസ് ആണ്. നമുക്ക് ഇതിന്റെ ബോട്ടം വരുന്നതും സെയിം കളർ തന്നെയാണ് കേട്ടോ. ഇതാ ഇതുപോലെ ഒനിയൻ പിങ്ക് കൂടിയുള്ള ഷെയ്ഡാണ്. സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക് ആണ് അത് വരുന്നത്. നമുക്ക് ഇതിന് നമ്പർ U881, റേറ്റ് 1580. ഇതിൽ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ആഷും ഗ്രീനോടെ ചേർന്നിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അതും നല്ല കളറാണ്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ സിൽക്ക് പോലെ തന്നെ ഇരിക്കുന്നത്, അതിൽ വരുന്ന ആ ടൈപ്പ് ഷെയ്ഡ്സ് തന്നെ എടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്തും ആ ഒരു കോമ്പിനേഷൻ ഒക്കെ നല്ല അങ്ങനെ ഒത്തിരി കളറായിട്ട് ഇടാൻ ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ലൈറ്റ് ഷെയ്ഡിലൂടെ ഇറക്കുന്ന കേട്ടോ. ഗ്രീനിന്റെ തന്നെ ഒരു ഗ്രേ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ബോട്ടം വരുന്നതും ആ ഒരു സെയിം കളർ തന്നെ സാറ്റിൻ സിൽക്കിന്റെ മെറ്റീരിയലാണ്. മെറ്റീരിയലും ആ ഒരു ടസർ ഫിനിഷ് ആട്ടോ. ഞാൻ പറഞ്ഞ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓരോന്നിനും റേറ്റ് കൂടുതലും കുറവും വരുന്നത് മെറ്റീരിയൽ ചെറിയ ചെറിയ വേരിയേഷൻ വീവിങ്ങിൻ്റെ അകത്ത് വരുത്തുന്നതുകൊണ്ടാട്ടോ. എന്ന് വെച്ച് മെറ്റീരിയൽ അങ്ങനെ ക്വാളിറ്റി വ്യത്യാസം അങ്ങനെ വലിയ വേരിയേഷൻ വരത്തില്ല. അത്യാവശ്യം ലാസ്റ്റിംഗ് ഉള്ള ഫാബ്രിക് ആയതൊക്കെ ടസർ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല ലാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. കാരണം ടസർ പ്യുവർ സിൽക്കാണല്ലോ, അത്രയും കെയർ കൊടുത്ത് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് വരുമ്പോഴത്തേനും നമുക്ക് റഫ് യൂസ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കൂടിയ മെറ്റീരിയൽ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് മാത്രം ചെയ്തെടുത്ത് വെക്കുകയാണെങ്കിൽ കുറെ നാളത്തിന് ഉപയോഗിക്കാനും പറ്റും. പിന്നെ നമ്പർ U884, റേറ്റ് 1580.